ഹെഡ്. ഞാനും വരാം. മോളെ. എന്നാ ശരി. ഈസേ, ഓ ദേവി ഇവിടെ വന്ന കാര്യം ഞാൻ ഇവളുടെ തള്ളിയോട് പറയും കേട്ടാ. പാവം മിനിഞ്ഞാന്ന് ഇവളുടെ കാര്യം പറഞ്ഞ് അവര് ഒരുപാട് കരഞ്ഞു. പറ്റുമെങ്കിൽ നീ ഈ പെണ്ണിനെ കൊണ്ട് ഒന്ന് കാണിക്കീസേ, പുണ്യം കിട്ടും. അതിപ്പം ദേവി ആ വീട്ടിൽ കെട്ടാൻ സമ്മതിക്കുന്ന ശാന്തടത്തേക്ക് തോന്നണ്ടാ? അതെ, ഇവൻ ഇവളെ വിളിച്ചോണ്ട് പോകാനും ആ രാഴം വെട്ടുകത്തി എടുക്കാനും എന്തിനാ വെറുതെ കരക്കാരെ കൊണ്ട് വീണ്ടും ഒരു തല്ലുണ്ടാക്കിക്കുന്നത്? അതും ശരിയാ. പാവം ആ തള്ളയ്ക്ക് ആഗ്രഹം വരാതെ ചാവാനായിരിക്കും തലയിലെടുത്ത്. ആ അപ്പൊ പിള്ളേ, ജോത്സ്യനെ കണ്ട് തീയതിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഇറങ്ങാണ് മോളെ. നാളെ മാറ്റക്കരയിൽ നമുക്കൊരു സർക്കിട്ട് പോയാലോ? ഒരാളെ കാണാൻ. മാറ്റക്കരയിലോ? ആരെ കാണാൻ? നീ ഇപ്പൊ ഓർത്ത് വിഷമിക്കുന്നില്ലേ? കൊതിയുണ്ടെങ്കിലും എന്നോട് പറയാതെ അടക്കി വെക്കുന്നില്ലേ? അതേ ആളിനെ കാണാൻ, നിന്റെ അമ്മയെ. മാറ്റക്കര മാറ്റക്കര. ശാന്തിയെടുത്ത് പറഞ്ഞായിരുന്നു പുത്തങ്കരയിൽ വെച്ച് നിന്നെ കണ്ടെന്ന്. സത്യത്തില് ഞാൻ വിശ്വസിച്ചില്ല കേട്ടാ. എന്നാ ഇപ്പൊ വിശ്വസിക്കാമല്ലോ. ഞാൻ തന്നെയാ ചേച്ചിയുടെ മുന്നിൽ പറ്റ ജീവനോടെ നിൽക്കുന്നത്. രാജനില്ലേ ഇവിടെ? ഇന്ന് പണിയില്ല, ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങളങ്ങോട്ട് വരുന്നത് കണ്ടായിരുന്നോ? പേടിക്കണ്ട, ഞാൻ വന്നത് അമ്മയെ കാണാനാ. കണ്ടിട്ട് ഇപ്പൊ തന്നെ പോയിക്കണം. വാ. നിക്കടി അവിടെ. ആരോട് ചോദിച്ചിട്ടാണ് ഈ വീട്ടിൽ കയറാൻ പോണേ? ഇതേ നിന്റെ തന്തയുടെ വീടൊന്നുമല്ല കേട്ടാ, തോന്നും പോലെ കയറി ഇറങ്ങാൻ. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കും. സ്വന്തം ചേട്ടന്റെ ചോരയ്ക്ക് കണക്ക് പറഞ്ഞവളാവള്. അങ്ങേര് ഉറങ്ങണ ഈ മണ്ണില് ഇവളുടെ കാല് പതിഞ്ഞ വെട്ടി എറിയാൻ തയ്യാറായി തന്നെയാ ഞാൻ ഇവിടെ നിൽക്കണം. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. ചെയ്ത കുറ്റത്തിന് അവള് ശിക്ഷ അനുഭവിക്കുന്നുണ്ട്. നോക്ക്, പരോള് കഴിഞ്ഞ് തിരിച്ചു പോകാൻ ഇനി 3-4 ദിവസമേ ഉള്ളൂ. അവളുടെ ഒരു ആഗ്രഹമാണ്. വയ്യാതെ കിടക്കുന്ന അമ്മയെ കണ്ടിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കോളാം. നീ അതങ്ങ് പുത്തങ്കര പള്ളി പോയി പറഞ്ഞാ മതി കേട്ടാ. തകർത്ത് കളഞ്ഞ നായിന്റെ മോനെ. ഇവളുടെ തള്ളയെ കാണിച്ചു കൊടുക്കാൻ ഉറച്ചു തന്നെ വന്ന് തടക്കാമെങ്കിൽ തടക്കണം. നീ പോയി നിന്റെ തള്ളയെ കണ്ടിട്ട് പാടി ഓടി. അമ്മേ, അഞ്ചോ 10 മിനിറ്റ് മതി ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ. അതിൻ്റെ ഇടയിൽ നിന്റെ ഭർത്താവ് ചത്തൊന്നും പോവില്ല. അതെ, നീ ഈ കാണിക്കുന്നത് അല്പം കടന്ന കൈയായി പോയി. ഇപ്പോ നാഗപ്പൻ ആൾക്കാരെയും കൂട്ടി ഇവിടെ എത്തും. നീ വേഗം ഇവിടെ നിന്ന് പോയേ.
വെറുതെ നീയായിട്ട് എന്തിനാ ഉഷയ്ക്കും കൂടെ ഒരു ദോഷം ഉണ്ടാക്കുന്നേ? ദയവ് ചെയ്ത് ദേവിയെ വിളിച്ചോണ്ട് പോ. അല്ലെങ്കിൽ അങ്ങനെ വെട്ടുകത്തിക്കളിയുന്നത് എന്റെ കഴുത്തായിരിക്കും. അകത്ത് കിടക്കുന്ന ഒരു പൊടി കൊച്ചിന്റെ ജീവിതം കൂടി തകർക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? അമ്മ വിഷമിക്കണ്ട, ഞാൻ വീണ്ടും വരും. അപ്പോ അമ്മയുടെ ഈ അസുഖം എല്ലാം മാറിയിട്ടുണ്ടാവും. അമ്മ സമയത്തിന് മരുന്നൊക്കെ കഴിക്കണം. സൂക്കേടൊക്കെ മാറിയിട്ട് പോയില്ല വാങ്ങിച്ച ഇന്നാ എവിടെ അവര്? അവര് പോയി. എടി, കഴിവേറിയുടെ മോളെ, എന്നിട്ട് നീ നോക്കിയിരുന്നു അല്ലടി? എവിടാ അവൻ? പൊക്കളഞ്ഞു. നാണം കേട്ടവനെ, ഈ നടപടിയിൽ വന്ന് എന്നെ നിന്നെ മാനം കെടുത്തു എന്നെ വെറുതെ വിട്ടടാ. ഇത് മാറ്റക്കരക്കാരുടെ മാനത്തിന്റെ പ്രശ്നമാണ്. വിടരുതവനെ. വരാ. വന്നടാ, വന്നു. ഫുട്ബോൾ കളിക്കുന്ന മൈതാനത്തായാലും വേലി കിട്ടിയ മുറ്റത്തായാലും മാറ്റക്കരയിലുള്ളവരെ അവമാനിച്ചാൽ ചോദിക്കാൻ ഇനി ഇവനുണ്ട് മുന്നിൽ. എന്റെ ഇളയമോൻ പ്രതാപൻ. പിള്ളേ, ഇസഹാക്കിനെ കണ്ടായിരുന്നോ? അവൻ ഭാര്യയും കൊണ്ട് മാറ്റക്കരി പോയതാണല്ലേ, തിരിച്ചു വരാറാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോ ആരാ ഒരു സഹായത്തിനുള്ളത്? എന്താ പ്രശ്നം? സബാസ്റ്റ്യൻ സാറിന്റെ പെങ്ങളില്ലേ മേരി, അവര് മരിച്ചുപോയി. കഷ്ടമായല്ലോ. കഷ്ടം അതൊന്നുമല്ല, പെങ്ങളുടെ ബോഡി കാണിക്കാനെന്ന് പറഞ്ഞ് സെബാസ്റ്റ്യൻ സാർ ജസ്റ്റിനെ അന്വേഷിച്ച് കടലിൽ പോയിരിക്കുവാ. ജസ്റ്റിനെ അന്വേഷിച്ച? ആ, സംഗതി സാറിനെന്തോ മാനസിക പ്രശ്നമുണ്ട്. കടലിന്റെ നടുക്ക് കിടന്ന് ജസ്റ്റ് നിലവിളിക്കുന്നെന്നോ അവനെ ആരോ അപകടപ്പെടുത്താൻ നോക്കുന്നെന്നോ ഒക്കെയാ പുലമ്പുന്നത്. അന്വേഷിക്കാനെന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് വഞ്ചി എടുത്താ കടലിൽ പോയത്. ചേടാ, ഇതൊരു മാരണമായല്ലേ. ഞാൻ പോയി ഇസ തിരിച്ചു വന്നു നോക്കാം. കപ്പേര് പള്ളി പോയി അച്ഛനോട് വിവരം പറ. ശരി.